വെൽക്കം ടു സയൻഷ്യ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ്. എന്താണ് പഠന വൈകല്യം? എന്തുകൊണ്ടാണ് പഠന വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഇവയുടെ പരിഹാര മാർഗങ്ങൾ? ഇവ മൂന്നും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചുറ്റുള്ള കുട്ടികളെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ പഠന ബുദ്ധിമുട്ടുകളോ നേരിടുന്നവരാണ് അവർ. പഠന വൈകല്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ശരാശരി IQ ലെവൽ അല്ലെങ്കിൽ ബുദ്ധിശക്തി ശരാശരിയോ അതിൽ കൂടുതലോ ഉള്ള കുട്ടികളായിട്ടും പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്നത്. ഒന്ന് ഡിസ്ഗ്രാഫിയ, അതായത് എഴുത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ. 2 ഡിസ്ലെക്സിയ അഥവാ വായനയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ. 3 ഡിസ്കാൽക്കുലിയ അഥവാ മാത്തമാറ്റിക്സ് അതായത് ഗണിതത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ. സാധാരണയായി ഡിസ്ഗ്രാഫിയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ ഞാനിവിടെ പറയാം. ഒന്നാമതായി, കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ പുവർ ആയിരിക്കും എന്ന് കരുതി ഹാൻഡ് റൈറ്റിംഗ് പുവർ ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഡിസ്ഗ്രാഫിയ ഉള്ളവരല്ല. രണ്ടാമതായി, ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്ത് എഴുതുക. നമ്മൾ ചില കുട്ടികളുടെ നോട്ട് ബുക്സ് ഒക്കെ നോക്കുമ്പോൾ കാണാം ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എഴുതുന്നത്. മൂന്നാമതായി, ഒരു പ്രോപ്പർ മാർജിനിൽ നിന്ന് തുടങ്ങാതെ വരിക. അതായത് ചില കുട്ടികൾ നമ്മൾ കാണാം മാർജിനകത്ത് നിന്നേ എഴുതി തുടങ്ങുന്നത്. പിന്നീട് കാണുന്ന ഒരു ലക്ഷണമാണ് ബോർഡിൽ നിന്ന് പകർത്തി എഴുതാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരിക. നമ്മളൊരു കാര്യം ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ കുട്ടികൾ അത് പകർത്തി എഴുതുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പെല്ലിംഗ് എറേഴ്സ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് കണ്ടുവരുന്ന വേറൊരു ലക്ഷണമാണ് കുട്ടികൾ എഴുതുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു സ്പേസ് കീപ്പ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ ഒരു വാക്ക് കഴിഞ്ഞ് അടുത്ത വാക്കിനിടയിൽ ഒരു ചെറിയൊരു അകലം പാലിക്കലുണ്ട്. അതില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ എഴുതിക്കൊണ്ടേയിരിക്കുക. പിന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ ലെറ്റേഴ്സിലുള്ള അറേഞ്ച്മെന്റ്. അതായത് ഒരു വലിയ ലെറ്റർ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചെറിയ ലെറ്റർ എഴുതുക, പിന്നീട് ഒരു വലുത് എഴുതുക, പിന്നെ ഒരു ചെറുത് എഴുതുക. അതായത് പല രീതിയിൽ ലെറ്റേഴ്സിന്റെ സൈസ് ഒരു യൂണിഫോമിറ്റി ഇല്ലാതെ പല രീതിയിൽ എഴുതുക. ഇതൊക്കെയാണ് നോർമലി നമ്മൾ ഡിസ്ഗ്രാഫിയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പല രീതിയിലുള്ള കാറ്റഗറീസ് ഉണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് കുട്ടികൾ ലെറ്റേഴ്സ് തിരിച്ചെഴുതുക. അതായത് ലെറ്റർ റിവേഴ്സൽ എന്ന് പറയും. ബിയും ഡിയും തിരിച്ചെഴുതുക, അല്ലെങ്കിൽ പിയും ക്യൂവും തിരിച്ചെഴുതുക. അതായത് കുട്ടികൾ കാണുമ്പോൾ ഈ ബിയും ഡിയും ഒരുപോലെയാണ്. അതിനെ വിഷ്വലി ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുട്ടികൾ അത് ഒരുപോലെ എഴുതുന്നത്. അതേസമയം നമ്മൾ അവരോട് ഒന്നുകൂടി നമ്മൾ ചോദിക്കുകയാണ്, ഇതൊന്ന് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ അത് തിരിച്ചെഴുതുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വേറൊരു ലക്ഷണമാണ്. അതേപോലെ തന്നെ സെൽഫ് കറക്ഷൻ. ഒരു കുട്ടി ബോർഡിൽ നിന്ന് ഒരു വാക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മായ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവൻ തന്നെ അതിനെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും എഴുതും. ആദ്യം എഴുതിയത് കറക്റ്റ് തന്നെ ആയിരിക്കും, പക്ഷെ എന്നാൽ പോലും അവനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അവിടെ. അപ്പൊ കുട്ടി അത് സെൽഫ് കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതും ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ നമ്മൾ കാണുന്നതാണ് തല കീഴായിട്ട് എഴുതുന്നത്. ചില നമ്പേഴ്സ് ഒക്കെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കുട്ടികൾ എഴുതുന്നത് കാണാം. ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ്. ചില കുട്ടികൾ ബോർഡിൽ നിന്ന് വാക്കുകൾ പകർത്തി എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലെറ്ററോ ചിഹ്നമോ അഡീഷണലി അതിന്റെ കൂടെ എഴുതുന്നത് കാണാം. അതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. അതുപോലെ നേരെ തിരിച്ചു സംഭവിക്കാം. ബോർഡിൽ നിന്ന് വാക്ക് പകർത്തി എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലെറ്റർ മിസ്സായി എന്നും വരും. അതിനെയാണ് നമ്മൾ ഒമിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ ചില കുട്ടികൾ ഒരക്ഷരത്തിന് പകരം, അതായത് ഒരു ലെറ്ററിന് പകരം വേറെ ലെറ്റർ എഴുതുക, അങ്ങനെയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാതും നമ്മുടെ ഡിസ്ഗ്രാഫിയയുടെ ലക്ഷണങ്ങളാണ്. വായനയിലുള്ള വൈകല്യങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വായനയുടെ 5 സ്റ്റേജസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമതായി ലെറ്റർ റെക്കഗ്നീഷൻ ആണ്. അതായത് ഒരു കുട്ടി അക്ഷരം അറിഞ്ഞു വായിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി വരുന്നത് ബ്ലെൻഡിങ് ഓഫ് 2 ലെറ്റേഴ്സ് ആണ്. അതായത് ഓരോ അക്ഷരത്തിനും ഓരോ സൗണ്ട് ഉണ്ടെന്നും ആ സൗണ്ട് കൂട്ടിച്ചേർത്തിണക്കി വായിക്കണമെന്നും കുട്ടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി വരുന്നത് ഒഴുക്കോട് കൂടിയിട്ട് ഫ്ലോ ഓഫ് റീഡിങ്, ഒഴുക്കോട് കൂടി കുട്ടി വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നാലാമതായി കോംപ്രഹെൻഷൻ ആണ്. അതായത് സമഗ്രമായ വായന,
അതായത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടി വായിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അഞ്ചാമതായി വരുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫീൽഡാണ്, ദാറ്റ് ഈസ് മോട്ടിവേഷൻ. അതായത് നമ്മൾ എന്ത് കുട്ടി വായിച്ചാലും കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുക, വായനയിലേക്ക് കുട്ടിയെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും കുട്ടികൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്രിഷിയേഷൻ കൊടുക്കുകയോ ഒന്നും നമ്മൾ ചെയ്യലില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ കുട്ടികൾ ഓരോ ലെറ്റേഴ്സും ഐഡന്റിഫൈ ചെയ്ത് അത് കൂട്ടിച്ചേർത്ത് എനിക്ക് വായിക്കുന്നത് അവർ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ്, അവർക്ക് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അവർ വായിക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ ഓ യെസ് വെരി ഗുഡ്, നൈസ് റീഡിങ്, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വായനയിലേക്കുള്ള ഒരു പ്രേരണയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പാരൻസിനോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ കുട്ടി എന്ത് വായിച്ചോട്ടെ, അവിടെ ചെറിയ അക്ഷരപ്പിഴവുകൾ പറ്റിയാലും കുഴപ്പമില്ല, അവരെ മാക്സിമം അപ്രിഷിയേറ്റ് ചെയ്തിട്ട് വായനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വായനയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളുടെ ലക്ഷണങ്ങൾ ഞാനിവിടെ പറയാം. ഒന്നാമതായി വരി വിട്ട് വായിക്കുക. അതായത് കുട്ടി ഒരു വരി വായിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത വരിയിലേക്ക് പോകുന്നതിന് പകരം അതിൻ്റെ ഏതെങ്കിലും അപ്പുറത്തേക്കുള്ള ഒരു വരിയിൽ പോയിട്ട് വായിക്കുക. രണ്ടാമത് വരുന്നത് ഗസ് റീഡിംഗ് ആണ്. കുട്ടി ഊഹിച്ചു വായിക്കുക. കുട്ടിക്ക് ഒരു പക്ഷേ ടീച്ചർ ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ സ്റ്റോറിയെ കുറിച്ച് നല്ല അവയർനെസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ കുട്ടി അക്ഷരങ്ങൾ നോക്കി വായിക്കുന്നതിന് പകരം ആ സ്റ്റോറി ഏകദേശം ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഊഹിച്ചു വായിക്കുക. അതാണ് ഗസ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ബുദ്ധിമുട്ടാണ് ഫോണിക് ഡിഫിക്കൽട്ടീസ്. ചില കുട്ടികൾ വാക്കുകളിൽ, അതായത് ഇപ്പോൾ ലെറ്റർ എയും ലെറ്റർ ഇയും തമ്മിലുള്ള സൗണ്ട് കറക്റ്റായിട്ട് പറയാതെ അതുകൊണ്ട് തമ്മിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഫോണിക് ഡിഫിക്കൽട്ടീസ് കുട്ടികളിൽ ഉണ്ടായിരിക്കാം. പിന്നെ വരുന്ന വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നതാണ് കുട്ടികൾ വായിക്കുന്ന സമയത്ത് നിർത്തേണ്ടടുത്ത് നിർത്താതെ അനാവശ്യമായുള്ളിടത്ത് നൃത്തം ചെയ്ത് വായിക്കുക. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന വേറെ ബുദ്ധിമുട്ടാണ് ഐബോളിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്. കുട്ടികൾ ഐബോൾ മൂവ് ചെയ്ത് വായിക്കുന്നതിന് പകരം പുസ്തകം നീക്കിയിട്ട് വായിക്കുക. അതൊക്കെ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളുടെ ലക്ഷണമാണ്. പിന്നെ കാണാൻ ചില കുട്ടികൾ വായിക്കുമ്പോൾ വല്ലാത്തൊരു സ്ട്രെസ് കുട്ടിയുടെ ഫേസിൽ അനുഭവപ്പെടുക, കുട്ടി ആകെ വിയർക്കുക, കുട്ടിയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ വളരെയധികം വ്യത്യാസം വരിക. അതുപോലെ ഉള്ള ലക്ഷണങ്ങളൊക്കെ ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ്. മറ്റു ചില ലക്ഷണങ്ങളാണ് കുട്ടികൾ വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ടയേർഡ് ആവുക, കുട്ടിക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക, കുട്ടിക്ക് തലവേദന അനുഭവപ്പെടുക. ചില കുട്ടികൾ വായിക്കുന്ന സമയത്ത് ലെറ്റേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. മറ്റ് ചില കുട്ടികളിൽ ഒരു ലെറ്റർ തന്നെ ഡബിൾ ആയിട്ട് കാണുന്നതായിട്ടും ഫീൽ ചെയ്യും. ഇതൊക്കെ ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികളിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ഡിസ്കാലിക്കുലിക് ആയിട്ടുള്ള കുട്ടികളുടെ ലക്ഷണം നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി നിറങ്ങൾ തിരിച്ചറിയാതെ വരിക. രണ്ടാമതായിട്ട് ഡയറക്ഷൻസ് തിരിച്ചറിയാതെ വരിക. മൂന്നാമതായിട്ട് പുവർ മെമ്മറി ആയിരിക്കും. നാലാമതായിട്ട് നമ്പേഴ്സ്, അതുപോലെ തന്നെ മാത്സിലുള്ള സിമ്പിൾ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ളതൊന്നും കുട്ടികൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക. അവർക്കൊന്നും മനസ്സിലെ ഓരോ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഡിസ്കാലിക്കുലിക് ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളിൽ ഉണ്ടാവുന്നതിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് പ്രീനേറ്റൽ ഹിസ്റ്ററി തന്നെയാണ്. അതായത് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, അമിതമായ ഫാസ്റ്റ് ഫുഡ് ഉപയോഗം, ഇനി അതും അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി, അതും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള ട്രോമ, ആരുടെങ്കിലും ഡെത്തോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഇംബാലൻസ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് കുട്ടികളിലെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. എന്ന് കരുതി ഗർഭാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള എല്ലാ കുട്ടികളും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരായിരിക്കണമെന്നില്ല. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവരിൽ കാണുന്ന മിക്ക ആളുകൾക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രീനേറ്റൽ ഹിസ്റ്ററി നമ്മൾ നോട്ട് ചെയ്യലുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ തന്നെ ഒരുപാട് രീതിയിലുള്ള ലേണിംഗ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഒന്നായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതായത് കുട്ടി അനുഭവിച്ച് പഠിക്കുക.
കുട്ടികൾക്ക് ഒരു ഓറലി വെർബലി നമ്മൾ ക്ലാസ് ഡെലിവർ ചെയ്യുന്നതിന് പകരം, അതായത് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് കുട്ടിയെ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടിക്ക് എല്ലാതും കുട്ടി തന്നെ അനുഭവിച്ച് പഠിക്കുക. ഒരു കോൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ദിസ് ഈസ് കോൾഡ്, ഐസ് ഈസ് കോൾഡ് എന്ന് കുട്ടീനെ പഠിപ്പിക്കുന്നതിന് പകരം ആ ഐസ് അവൻ്റെ കയ്യിൽ എടുത്ത് കൊടുത്ത് അവനെ കൊണ്ടൊന്ന് അത് തൊടിയിപ്പിച്ച് ഇതിനൊരു തണവുണ്ട്, ദിസ് ഈസ് കോൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഹോട്ട് ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു ചെറിയ ചൂട് കുട്ടിക്ക് അനുഭവിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. അതൊക്കെയാണ് നമുക്ക് ഒരു മെത്തേഡായിട്ട്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്ലേ ബേസ്ഡ് ലേണിംഗ് ആണ്. ഇപ്പം നമ്മൾ ക്ലാസ് റൂമിൽ ചെന്നിരുന്നിട്ട് ഒരു വവ്വൽസ് കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് AEIOU ദീസ് ആർ വവ്വൽസ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മളൊരു സർക്കിൾ വരച്ചതിന് ശേഷം മിസ് കാണിച്ചു തരുകയാണ് ഈ ഇന്ന ലെറ്റേഴ്സ് ഒക്കെയാണ് വവ്വൽസ്, അല്ലാത്തതൊക്കെ കൺസോണൻസ് ആണ്. അപ്പോൾ മിസ് വവ്വൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർക്കിളിന്റെ അകത്ത് ചാടണം, കൺസോണൻസ് പറയുകയാണെങ്കിൽ പുറത്ത് ചാടണം. എങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി കൊടുത്തതിന് ശേഷം കുട്ടീനെ പ്ലേ ബേസ് ചെയ്തിട്ട് കുട്ടിയുമായി ഇന്ററാക്ട് ചെയ്ത് കളിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഫക്റ്റീവായി മാറും. ഇത്തരം കുട്ടികളിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് അത് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷൻസിലേക്ക് നീങ്ങാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്റ്റേക്സ് എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ എപ്പോഴെങ്കിലും വരുത്തിയെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിക്കരുത്. എവിടെയാണോ മിസ്റ്റേക്ക് കണ്ടത് അത് അവിടെ തന്നെ അവനെ ഹേർട്ട് ചെയ്യാത്ത രൂപത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യാം. അത് ഇന്നതാണ് കേട്ടോ മിസ്റ്റേക്ക്, ഇങ്ങനെയാണ് കേട്ടോ അത് എഴുതുക, ഓക്കെ മോനെ എഴുതില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരം കുട്ടികൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്. അവർക്ക് മാത്രമായി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ക്ലാസ് റൂമിൽ മൊത്തം ഇരുത്തി കുട്ടികൾക്ക് ഡെലിവറി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിക്ക് മാത്രമായി ഒരു സെപ്പറേറ്റ് ക്ലാസ് എന്ന് പറയുന്നത് കമ്പൾസറി ആണ്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പാരൻസിന്റെ കയ്യിൽ നിന്ന് പറ്റാവുന്നതുമായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്, കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തും. കുട്ടിക്ക് എപ്പോഴും വേണ്ടത് സ്പേസ്ഡ് മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് മാസ്ഡ് മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയെ അങ്ങ് ഇരുത്തും. ശരിക്കും കുട്ടി ഒരു 10 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവനൊരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം വീണ്ടും 10 മിനിറ്റ് അവനെ പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് 5 മിനിറ്റ് സമയം അവന് ഒരു ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് പഠിപ്പിക്കുക. അതായത് സ്പേസ്ഡ് മെത്തേഡ് ഓഫ് ലേണിങ്ങിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിലാണ് ഇത്തരം കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ നെയിംസ്, 1 to 10 നമ്പർ നെയിംസ് ആണ് നമുക്ക് കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 1 എന്ന് പറയുന്ന സ്പെല്ലിങ് മാത്രം, 1ന്റെ സ്പെല്ലിങ് മാത്രം നമ്മൾ അവനെ പഠിപ്പിക്കാം. എന്നിട്ട് അവന് അതൊരു ഡിക്റ്റേഷൻ പോലെ അവനോട് കാണാതെ നമ്മൾ 1ന്റെ സ്പെല്ലിങ് എഴുതുക. ആ 1 എഴുതി കൊടുത്തതിന് ശേഷം അവനോട് കളർ ചെയ്യാൻ പറയുക. അങ്ങനെ പല ആക്ടിവിറ്റീസും ആ 1മായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാമോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 1 എന്ന് പറയുന്ന നമ്പർ ക്ലിയർ ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാം. ഇത്തരം കുട്ടികൾക്ക് ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അതുകൊണ്ട് ഓരോ നമ്പേഴ്സും നമ്മൾ കൃത്യമായി അവർക്ക് ഡയറക്ഷൻസും എല്ലാം കൊടുത്തതിന് ശേഷം പഠിപ്പിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ആണ്. സപ്പോസ് നമുക്കൊരു ലെറ്റർ എയോ അല്ലെങ്കിൽ നമ്പേഴ്സോ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ബുക്കിൽ റിപ്പീറ്റഡ് ആയി എഴുതി പഠിപ്പിക്കുന്നതിന് പകരം ആ കുട്ടിക്ക് ഒരു ക്ലേ കൊടുക്കുക. ആ ക്ലേ കൊണ്ട് കുട്ടിയോട് ഒരു ലെറ്റർ എ ഉണ്ടാക്കാൻ പറയാം. ഇനി അതല്ലെങ്കിൽ ഒരു വലിയൊരു ചാർട്ട് പേപ്പറിൽ ലെറ്റർ എ എഴുതിയതിന് ശേഷം ഏതെങ്കിലും ബീഡ്സ് വെച്ചിട്ട് ആ ലെറ്റർ എ ഡെക്കറേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ അത് കളർ ചെയ്യാൻ പറയാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വെച്ച് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെമ്മറി കുറേ കൂടിയൊക്കെ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഫൈനലി ഈ കുട്ടികളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പാരൻസിനും ടീച്ചേഴ്സിനും തരാൻ പറ്റാവുന്ന 2 ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് അവോയ്ഡ് കമ്പാരിസൺ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടിയെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഓരോ കുട്ടികളും ഓരോ രീതിയിൽ യുണീക്കാണ്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പം ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ
ഹൈ സ്കില്ലുണ്ടായിരിക്കും. ആ സ്കില്ല് നമ്മൾ എന്താണെന്നുള്ളത് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം കുട്ടിയുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയൽ ട്രെയിനിങ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പ്രഗത്ഭരായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ, ടോം ക്രൂയിസ്, സ്റ്റീവ് ജോബ്സ് ഇവരെല്ലാവരും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളായിരുന്നു. പക്ഷെ അവരെല്ലാവരും എത്തിയിട്ടുള്ള ഉന്നത തലങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഹൈ സ്കിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഒരു റെമഡിയൽ ട്രെയിനിങ് വെച്ചിട്ട് ആ കുട്ടിയുടെ എവിടെയാണ് ആ കുട്ടിയുടെ സ്കില്ലുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് മാക്സിമം ഇതോടൊപ്പം എൻഹാൻസ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. പിന്നീട് എനിക്ക് പറയാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ ഓർ അപ്രിഷിയേഷൻ. നമ്മുടെ കുട്ടി എന്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് എഴുതി തരികയാണെന്നുണ്ടെങ്കിലും അതൊരു പക്ഷേ വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിക്കോണമെന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരിക്കും അവനൊരു പക്ഷെ വായിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് നമ്മൾ ഒരു ഹഗ്ഗോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിന് വലിയൊരു ഇൻസ്പിറേഷനോട് കൂടിയിട്ട് വലിയൊരു അപ്രിസിയേഷനോട് കൂടിയിട്ട് അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തെടുക്കുക. ഡിയർ പാരൻസ്, ഇതിനേക്കാൾ എല്ലാം ഉപരി ഒരു കുട്ടിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസമുള്ള കുട്ടിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടികളിലെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തെടുക്കുക. അതിനു വേണ്ടിയിട്ട് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പരിഗണിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അവരൊന്ന് പറയുന്നതിന് കുറച്ച് സമയം കേൾക്കുക. അവർക്ക് വേണ്ടി ഒരു സമയം ജീവിതത്തിൽ മാറ്റിവെക്കുക. അവർ വരയ്ക്കുന്ന ചിത്രം അത് എത്ര ഭംഗിയുള്ളതോ ഇല്ലാത്തതോ ആയിക്കോട്ടെ അതിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് അവരൊന്ന് ഹഗ് ചെയ്ത് ചേർത്ത് പിടിക്കുക. കുട്ടികളിലെ സെൽഫ് എസ്റ്റീംസും സെൽഫ് കോൺഫിഡൻസും ഇൻക്രീസ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.